തെയ്യം തുടങ്ങുന്നത് തുലാപ്പത്തിനാണോ? ഉത്തരം തേടി വടക്കൻ വാർത്തകൾ. അഡിറ്റീവ്സ് ഒന്നുമില്ലാതെ നല്ല തേങ്ങയിൽ നിന്നും തയ്യാറാക്കുന്ന ശുദ്ധമായ തേങ്ങാപ്പാൽ ക്രീമുമായി മലബാർ കോക്കനട്ട് പ്രോഡക്ട്സ് കരിവെള്ളൂരിന്റെ മണ്ണിൽ. മലബാർ ഹൈക്കോ തേങ്ങാപ്പാൽ ക്രീം ഇപ്പോൾ പാചകം എന്തെളുപ്പം, എത്ര രുചികരം. ഇന്ന് തുലാപ്പത്ത്. തെയ്യപ്രേമികളെല്ലാം പുതിയൊരു തെയ്യക്കാലത്തെ വരവേൽക്കാനായി ആവേശപൂർവ്വം കാത്തിരിപ്പാണ്. സോഷ്യൽ മീഡിയകളിൽ തെയ്യക്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വിവിധ ദൃശ്യങ്ങളും വിവരണങ്ങളും നിറയുമ്പോൾ ഒപ്പം കമന്റുകളായി വാക്പോരുകളും കൊഴുക്കുകയാണ്. തുലാപ്പത്തിനാണോ തെയ്യങ്ങൾ തുടങ്ങുക എന്ന വിഷയത്തിലാണ് പലരും ആധികാരികമായെന്ന് അവകാശപ്പെട്ടും അല്ലാതെയും തർക്കത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. തുലാപ്പത്തിന് മുന്നേ തുലാം 1 തന്നെ തെയ്യം തുടങ്ങിയ പയ്യന്നൂർ തെക്കടവൻ തറവാട്ടിനെ ചിലർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനു മുന്നേ കെട്ടിയാടിയ ചില തെയ്യങ്ങളുടെ വിവരങ്ങളുമായാണ് മറ്റു ചിലർ ആദ്യ വാദത്തിനെ ഗണ്ണിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് പയ്യന്നൂർ ഫോക്ക് ലാൻഡ് ചെയർമാൻ വി ജയരാജൻ പറയുന്നത്. ഇന്ന് തുലാപ്പത്താണല്ലോ, സത്യത്തിൽ ഇന്നാണോ നമ്മുടെ തെയ്യക്കാലം തുടങ്ങുന്നത്? യഥാർത്ഥത്തിൽ തെയ്യത്തിന് അങ്ങനെ ഒരു പ്രത്യേക സമയപരിധി ഇന്ന സമയത്ത് തുടങ്ങി ഇന്ന സമയത്ത് അവസാനിപ്പിക്കണം എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ജനറലായിട്ട് ത്രാവപ്പത്ത് മുതൽ കൂടുതൽ സ്ഥലത്ത് തെയ്യമുണ്ട് എന്ന് പറയാമായിരിക്കും നമുക്ക്. കാരണം ത്രാവപ്പത്ത് ഒരുപക്ഷെ ഈ പ്രദേശത്തെ ഉത്തര കേരളത്തിലെ ഒരുപാട് അനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് നിരവധി ആചാരങ്ങളുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ത്രാവപ്പത്തോടനുബന്ധിച്ച് തെയ്യവും തുടങ്ങുന്നു എന്ന് പറയാമെന്നല്ലാതെ തെയ്യം യഥാർത്ഥത്തിൽ തഴാപ്പത്തിന് തുടങ്ങുന്നതല്ല. ത്രാവ് 1-ാം തീയതി തെയ്യമുണ്ട്, കർക്കിടക മാസത്തിൽ തെയ്യം നമുക്കൊക്കെ അറിയാവുന്ന പോലെ കർക്കിടകത്തിയുണ്ട്. കർക്കിടകത്തിലെ മാരിത്തെയ്യം എന്ന് പറയുന്ന കർക്കിടകം 16 നടക്കുന്ന തെയ്യമാണ്. പിന്നെ കർക്കിടകം 1-ാം തീയതി തെയ്യം നടക്കുന്നുണ്ട്. ചിങ്ങമാസത്തിൽ ചിങ്ങത്തെയ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, കന്നിത്തെയ്യമുണ്ട്. ഇങ്ങനെ ഓരോ മാസവും ഉണ്ട്. കൃത്യമായിട്ട് എല്ലാ 365 ദിവസവും തെയ്യം നടക്കുന്ന ഒരു പ്രദേശം കണ്ണൂർ ജില്ലയിലുണ്ട്. അവിടെ നീലിയാർ ഭഗവതി കോട്ടത്ത് എല്ലാ ദിവസവും തെയ്യം നടക്കുന്നുണ്ട്. അതുപോലെ പ്രാർത്ഥനയായിട്ട് തെയ്യം നടക്കുന്നുണ്ട്. മുത്തപ്പൻ തെയ്യത്തിന് പ്രത്യേക ദിവസമില്ല, എല്ലാ ദിവസവും മുത്തപ്പൻ തെയ്യം നടത്താറുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേക ദിവസമാണ് ത്ലാവപ്പത്തിനാണ് തെയ്യം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. പക്ഷെ ത്ലാവപ്പത്ത് മുതൽ ഒരുപക്ഷെ കൂടുതൽ പ്രദേശത്ത് തെയ്യം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരുപക്ഷെ ശരിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഞാനിത് ആധികാരികമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്ത ഒരാൾ രാജീവൻ രാമാസാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൽ ആയിരക്കണക്കിന് തെയ്യത്തിൻ്റെ ശേഖരത്തിൽ ഈ കർക്കിടക മാസത്തിൽ നടക്കുന്ന തെയ്യവും അതുപോലെ തന്നെ എല്ലാ മാസത്തിലും നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മുതലുണ്ട്. കോഴിക്കോടായാലും വയനാടായാലും കണ്ണൂരായാലും കാസർഗോഡായാലും, കാസർഗോഡ് നിന്ന് വിട്ട് ദക്ഷിണ കന്നഡയിലെ മംഗലാപുരത്തും അതുപോലെ ഉടുപ്പി വരെയുള്ള പല പ്രദേശങ്ങളിൽ അദ്ദേഹം പോയിട്ട് പല തെയ്യത്തിനെയും ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം പൊതുജനങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ പൊതുജനത്തിന് കാണിച്ചു കൊടുക്കുക, അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. മറ്റാളുകൾ വടക്കൻ വാർത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അദ്ദേഹം ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ് ഇത്ര തെയ്യങ്ങൾ. ഇത് ഒരു ആധികാരിക രേഖ കൂടിയാണ്. നമ്മളിപ്പം ത്ലാവപ്പത്ത് മുതലേ തെയ്യം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് രാജീവൻ രാമാസിൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ 35 വർഷങ്ങളായി തെയ്യക്കാവുകളിൽ കൂടി സഞ്ചരിക്കുന്ന പയ്യന്നൂരിലെ രാജീവൻ രാമാസാണ് 140 തെയ്യങ്ങളാണ് ഉള്ളതെന്ന പണ്ഡിതരുടെ ആദ്യവാദവും 100ഓളം തെയ്യങ്ങളുണ്ടെന്ന രണ്ടാമത്തെ വാദവും 300-നടുത്ത് തെയ്യങ്ങളുണ്ടെന്ന പുതിയ ഗവേഷകരുടെ വാദവും തിരുത്തിക്കൊടുത്ത ഏക വ്യക്തിയെന്ന് പയ്യന്നൂർ ഫോക്ക് ലാൻഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ജയരാജൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് ഒരുപക്ഷെ മറ്റൊരാളുടെ കയ്യിൽ ഇത്രയും ഗഹനമായ ശേഖരം ഉണ്ടായിന്ന് വരില്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നായി 1000-ലധികം തെയ്യങ്ങൾ നേരിട്ട് കാണുകയും അവയെ ചിത്രീകരിക്കുകയും ചെയ്ത ഒരു പക്ഷേ ഉത്തര കേരളത്തിലെ ഏതാണ്ട് എല്ലാ തെയ്യങ്ങളും നേരിൽ കണ്ട ഏക വ്യക്തിയായ രാജീവൻ രാമാസിന് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. 1000-ലധികം തെയ്യങ്ങളെ ചിത്രീകരിച്ച താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? ഈ ബാബുവേട്ടൻ്റെ ചോദ്യത്തിന്, ഈ തുലാപ്പത്തിന് തെയ്യങ്ങൾ പുറപ്പെടുന്നു എന്നുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ വളരെ സജീവമായിട്ട് നടക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷെ തുലാപ്പത്തിന് തെയ്യങ്ങൾ പുറപ്പെടുന്നു, അവസാനം കളരിവാതിക്കൽ മേടം അടവമാസത്തോടു കൂടി തെയ്യങ്ങൾ അവസാനിക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു പ്രചാരണമാണ് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കേട്ടത്. പക്ഷേ സത്യത്തിൽ തുലാപ്പത്തിന് തെയ്യം പുറപ്പെടുന്നു എന്നുള്ള ഒരു കാര്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എല്ലാ മാസങ്ങളിലും തെയ്യമുണ്ട്. കർക്കിടകത്തിലും ചിങ്ങത്തിലും കന്നിയിലും തുലാം എല്ലാ മാസത്തിലും ഇവിടെ തെയ്യങ്ങളുണ്ട്. ഏകദേശം ഒരു 20-ലധികം 25ഓളം തെയ്യങ്ങൾ കർക്കിടക മാസത്തിലെ തെയ്യങ്ങളെ മാത്രം ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്.
പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റു മാസങ്ങളിൽ കെട്ടിയാടപ്പെടുന്ന തെയ്യങ്ങളിൽ മിക്കതും ചില പ്രത്യേക ഉദ്ദേശ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കെട്ടിയാടപ്പെടുന്നവയാണ്. അതിൽ മിക്കതും അങ്ങനെയാണ്. ഈ പ്രേതബാധ തുടങ്ങിയ ബാധോച്ചാടനങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ആദിവ്യാധികളോ ഒക്കെ അകറ്റാനുള്ള അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ ആയിട്ടാണ്, ഉദാഹരണത്തിന് നമ്മുടെ മാരിത്തെയ്യങ്ങൾ പോലുള്ളവ. അപ്പോൾ അല്ലെങ്കിൽ പരപൂർവികർക്കുള്ള ബലികർമ്മങ്ങളായുമൊക്കെ കെട്ടിയാടപ്പെടുന്നവയാണ് ഈ ഇടക്കാലത്ത് വരുന്ന മുഴുവൻ തെയ്യങ്ങളും, മിക്കവാറും തെയ്യങ്ങളും. പക്ഷേ തുലാപ്പത്ത് മുതൽ ആരംഭിക്കുന്ന ഈ തെയ്യം കെട്ടിയ ആടലുകൾ പതിവ് ആരാധന എന്ന രീതിയിൽ ഒരുപക്ഷെ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കൽ അങ്ങനെ ഒരു കാലഗണനാ ക്രമത്തിൽ ഒരു പതിവ് ചടങ്ങ്, പതിവ് ആരാധന രീതിയായി നടത്തപ്പെടുന്നത് കൊണ്ടായിരിക്കണം ഈ തുലാപ്പത്തിനെ ഒരു കളിയാട്ടക്കാല ആരംഭം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഒരു വലിയ രീതിയിലുള്ള തെയ്യങ്ങളൊക്കെ നടത്താനുള്ള അനുകൂലമായ കാലാവസ്ഥ ശരിക്കും നമുക്ക് ലഭിക്കുന്നത് ഈ തുലാപ്പത്തിന് ശേഷമായിരിക്കണം. അതുകൊണ്ടുകൂടിയായിരിക്കണം ഇതിനെ ഒരു കളിയാട്ടക്കാല ആരംഭം എന്ന് വിശേഷിപ്പിക്കുന്നത്. തെയ്യപ്രപഞ്ചത്തിൻ്റെ നടുവിൽ പിറന്നതുകൊണ്ടാണ് തനിക്ക് ഇത്രയും തെയ്യങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതെന്നാണ് രാജീവൻ രാമാസ് പറയുന്നത്. തൻ്റെ ഇരുചക്രവാഹനത്തിൽ 4 ജില്ലകളിലൂടെയും പാതിരാത്രി പോലും ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണ് ഇദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ തെയ്യങ്ങളെ ചിത്രീകരിച്ചത്. മൊബൈൽ ഫോൺ കയ്യിലില്ലാത്ത കാലത്ത് കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിൽ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തെയ്യക്കാവ് കണ്ടെത്തിയപ്പോൾ ദിവസം മാറിയെന്നറിഞ്ഞ് തിരിച്ചു വന്ന അനുഭവവും മൊബൈൽ ഫോണിൻ്റെ കാലത്ത് തെയ്യങ്ങളിൽ വന്ന മാറ്റങ്ങളും വരെ രാജീവൻ രാമാസിന് പറയാനുണ്ട്. അപ്പോൾ ആദ്യകാലത്തൊന്നും മൊബൈൽ ഫോൺ പോലും ആ സമയത്ത് പ്രചാരത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ തെയ്യത്തിൻ്റെ സ്ഥലം കണ്ടുപിടിക്കാനും ആ കാവിലെ ഡീറ്റെയിൽസൊക്കെ സംഘടിപ്പിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ സമയമായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഏതെങ്കിലും ഒരു കാവിനെക്കുറിച്ച് അറിയുന്നതും അന്വേഷിച്ച് പിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും അതിൻ്റെ ചിലപ്പോൾ ദിവസം വ്യത്യാസമായിരിക്കാം, സമയം വ്യത്യാസമായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആദ്യകാലത്തുണ്ടായിരുന്നു. പക്ഷേ ഈ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടിയാണ് നമുക്ക് കൃത്യമായിട്ട് ഈ ലൊക്കേഷൻസും ഇല്ലെങ്കിൽ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനും സമയത്ത് അവിടെ എത്താനൊക്കെ പറ്റിയിരുന്നത് മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടിയാണ്. പക്ഷേ ഈ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി തന്നെ തെയ്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ കസേലയിട്ടിരുന്ന് തെയ്യം കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ആദ്യകാലത്തൊക്കെ തെയ്യം ചിത്രീകരിക്കാൻ പോകുന്ന സമയത്ത് ഈ തറവാട്ടിലെ മുതിർന്ന എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത കാരണവന്മാരൊക്കെയാണ് തെയ്യത്തിൻ്റെ മുന്നിൽ ഒരു കസേരയിലൊക്കെ അവർക്കാണ് ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ടാവുക. ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ, ഭക്തജനങ്ങൾ മുഴുവൻ ചുറ്റിലും നിന്നിട്ടാണ് ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് തെയ്യം കണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് ചുറ്റും കസേലയിട്ടിട്ട് കാണികൾ ഒരു കാഴ്ചക്കാരെ പോലെ കസേലയിട്ടിരുന്ന് അവരുടെ മൊബൈൽ നോക്കി സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് തെയ്യം ഒരു കലാരൂപം പോലെ ഇങ്ങനെ കളിച്ചു പോകുന്നത്. അപ്പോൾ അത് സത്യത്തിൽ തെയ്യത്തോടുള്ള ഒരു ഭയഭക്തി ബഹുമാനം കുറയുന്നതായിട്ട് എനിക്ക് പല സ്ഥലത്തും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയകളുടെ ഒരു കടന്നുവരവോടുകൂടി ഈ തെയ്യക്കാർ മുഴുവനും പെർഫോമൻസിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് വേണം നമുക്ക് സംശയിക്കാൻ. കാരണം വളരെ ജയരാജ് സാർ പറഞ്ഞ പോലെ വളരെ ശാന്ത സ്വരൂപികളായ തെയ്യങ്ങളുണ്ട്. വളരെ പതിഞ്ഞ താളത്തിൽ പതിഞ്ഞ ചലനങ്ങളോടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന തെയ്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം അത്തരം തെയ്യങ്ങളൊക്കെ അതിൻ്റെ സത്തകളൊക്കെ മാറ്റി വെച്ചിട്ട് കേവലം ഒരു പ്രകടനം എന്നുള്ള രീതിയിൽ ആ തെയ്യക്കാർ തന്നെ വളരെ ചടുലമായ താളത്തിൽ, പലപ്പോഴും ശിങ്കാരിമേളൊക്കെ ഈ ചെണ്ടമേളത്തിൽ ഇപ്പം കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ അത്തരം തെയ്യങ്ങൾ, ശാന്തസ്വരൂപിയായ തെയ്യങ്ങളൊക്കെ വളരെ രൗദ്ര നടനമൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്കിപ്പം വളരെ സാധാരണയായിട്ട് തെയ്യക്കാവുകളിലേക്ക് കാണാൻ പറ്റും. കാരണം തെയ്യക്കാരെ തന്നെ ഇപ്പം നമ്മുടെ നേതാക്കന്മാരൊക്കെ, MLA മാരും MP മാരൊക്കെ അവരവരുടെ സ്വന്തം പേജിൽ അന്നന്നത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ തെയ്യക്കാർ അവരുടെ ക്യാമറ, അവരുടെ മൊബൈൽ ക്യാമറ അവരുടെ കൂട്ടുകാരിലേക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ഈ പ്രകടനങ്ങൾ ചിത്രീകരിക്കുകയും അത് അവരുടെ പേജിൽ തന്നെ പോസ്റ്റ് ചെയ്യുകയും അത് ഷെയറും ലൈക്കൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ അവരൊരു കലാകാരനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അനുഷ്ഠാനം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു കലാപ്രകടനം എന്നുള്ള രീതിയിലേക്ക് തെയ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സിനിമാ പാട്ടിൻ്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന തെയ്യത്തെ വരെ ഞാൻ ചിത്രീകരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. വളരെ കൗതുകകരമാണ് അത്തരം കാര്യങ്ങൾ. വർത്തമാനകാലത്ത് കാവുകൾക്കും തെയ്യത്തിനും വന്ന മാറ്റങ്ങളും തെയ്യപ്രേമികളുടെ മനസ്സിനെ ഏറെ ആകുലപ്പെടുത്തുന്നുണ്ട്. പണ്ട് തെയ്യം കണ്ട ആളുകളും ഇപ്പം തെയ്യത്തെ കാണുന്ന ആളുകളും ഒരേ തെയ്യത്തെ കണ്ടാൽ നമുക്കത് ആ വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അത് കലാകാലങ്ങളിൽ ഉണ്ടാകുന്ന, അതിപ്പം എല്ലാ കലക്കും ഉണ്ടാകുന്ന മാറ്റമാണ്. എല്ലാ അനുഷ്ഠാനത്തിനും ആ രീതിയിലുള്ള മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അത് വരുന്നുണ്ടാവും. ഇവിടെ തെയ്യത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത്, ഒന്ന് തെയ്യക്കാവ് തന്നെ മിക്കതും അമ്പലങ്ങളായിട്ട് ക്ഷേത്രങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ കാവാണ്, ആ കാവ് മുഴുവൻ ഇപ്പോൾ ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളാവുന്നതോടൊപ്പം തന്നെ ചെയ്യുന്നത് ഇത് മതിലിൻ്റെ അകത്തേക്ക്, തെയ്യം എന്ന് പറയുന്നത് ഒരു മതിൽക്കെട്ട് കെട്ടിയിട്ട് തെയ്യം മതിലിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ഒരു അനുഷ്ഠാനമായിട്ട് മാറുകയും ആളുകൾ മുഴുവൻ ക്ഷേത്ര മതിലിനടുത്തേക്ക് ഈ കാവിലിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ഷർട്ട് കഴിച്ച് അമ്പലങ്ങളിലേക്ക് പോകുന്ന മാതിരിയുള്ള ഒരു നടപടിക്രമം പാലിക്കേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു മാറ്റം, പ്രകടമായിട്ടുണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഈ കാവുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മരങ്ങൾ കൂടിയാണല്ലോ. നാഗത്തിനെ ആരാധിക്കുന്ന സ്ഥലം, പാമ്പിനെ ആരാധിക്കുന്ന സ്ഥലം കാടായിരുന്നു. ഈ കാട് മുഴുവൻ വെട്ടിത്തെളിക്കുകയും അതിന് കോൺക്രീറ്റ് നാഗമായിട്ട് അതിനെ ചിത്രീകരിക്കുകയും മാറ്റുകയും ചെയ്ത ഒരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാവുകളിലും അത് നടന്നുകൊണ്ടിരിക്കുക. മരം കാണാനില്ല, മരത്തിന് പകരം കോൺക്രീറ്റിൽ ചെറിയൊരു ശില്പം, പാമ്പിൻ്റെ ഒരു ശില്പം മാത്രം വെച്ച ഒരു സാഹചര്യം നമുക്കിപ്പം കാണാൻ കഴിയുന്നു. ഇതൊരു വളരെ പ്രകടമായ മാറ്റമാണ്. മറ്റൊരു മാറ്റം തെയ്യത്തിൽ നമുക്ക് കാണുന്നത്, തെയ്യത്തിനെ കൂടുതൽ മീഡിയക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംശയം എന്നെപ്പോലുള്ള ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം മുമ്പ് കാലങ്ങളിൽ ഉണ്ടാകത്തില്ല. കാരണം മീഡിയ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ആയിരുന്നില്ല തെയ്യം പെർഫോം ചെയ്തത്. തെയ്യം പെർഫോം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ ഭക്തന്മാരിൽ നിന്ന് മാറിയിട്ട് ഇത് കുറച്ച് കൂടെ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോ വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാലോ, ഓരോ തെയ്യം നടക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മൊബൈൽ ക്യാമറയാണ്. ഈ മൊബൈൽ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട് തെയ്യം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പല പ്രദേശത്തും അത് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെയ്യത്തിലുണ്ടാകുന്ന നമ്മുടെ ഒരു അനുഷ്ഠാനത്തിൽ നിന്ന് വ്യതിചലിച്ച് കൊണ്ട് തെയ്യത്തിന് പോകേണ്ട ഒരു സാഹചര്യം കൂടെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊന്ന്, തോറ്റെന്ന് പറയുന്നത്, തോറ്റം പാടുക എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ മിത്തോളജിയാണ്, തെയ്യത്തിൻ്റെ പുരാവൃത്തമാണ് തോറ്റത്തിലൂടെ. ഈ തോറ്റത്തിനെ ലഘൂകരിച്ച് അത് ഏതാണ്ട് ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ്. ഒന്ന്, തോറ്റം കൃത്യമായിട്ട് പാടാൻ അറിയുന്ന ആളുണ്ടാവുന്നില്ല. അതല്ലെങ്കിൽ സംഘാടകരുടെ, ഈ തെയ്യം നടത്തുന്ന ആളുകളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ വളരെ ചെറുതാക്കി മാറ്റുകയും അത് ബാക്കിയുള്ള സമയം മറ്റു പരിപാടികൾ, കലാപരിപാടികളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഈ പണിക്കരോടോ അല്ലെങ്കിൽ പെരുവണ്ണാനോടോ കുറച്ച് മാത്രം പാടിയാൽ മതി, ഇത്ര മതി തോറ്റം എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതും യഥാർത്ഥത്തിൽ ഒരു വരുന്ന തലമുറയ്ക്ക് ഈ തോറ്റം എന്ന് പറയുന്നത് നമുക്ക് കാണാനോ കേൾക്കാനോ ആസ്വദിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് തെയ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാജീവൻ രാമാസിൻ്റെ ശേഖരത്തിലുള്ള 1000-ലധികം തെയ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 500ഓളം ദൃശ്യങ്ങൾ ചെറുവിവരണങ്ങൾ സഹിതം കണ്ണൂർ ചിറക്കലിലുള്ള കേരള ഫോക്ക്ലോർ അക്കാദമി മ്യൂസിയത്തിലെ ടച്ച് സ്ക്രീനിൽ സഞ്ചാരികൾക്കായി പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പോൾ തെയ്യത്തിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഈ തുലാപ്പത്തിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായിട്ടൊക്കെ എഴുതുന്ന രീതിയിലുള്ള കുറിപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടവരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇന്നുന്ന തെയ്യങ്ങൾ ഇന്നുന്ന വിഭാഗക്കാർ കെട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വേർതിരിച്ചിട്ട് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ നമ്മൾ ഇതുവരെ കേൾക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പ്രചരിച്ച കാര്യങ്ങളൊന്നുമല്ല ഈ തെയ്യപ്രപഞ്ചത്തിലുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി തുടങ്ങിയ തെയ്യങ്ങൾ മലയ സമുദായം കെട്ടുന്നു, അല്ലെങ്കിൽ ഇന്നുന്ന തെയ്യം വണ്ണാൻ സമുദായക്കാർ കെട്ടുന്നു എന്നുള്ള രീതിയിലുള്ളൊക്കെ വളരെ ആധികാരികമായിട്ടുള്ള കുറിപ്പുകളൊക്കെ അതിൽ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ വണ്ണാന്മാർ കെട്ടുന്ന വിഷ്ണുമൂർത്തിയും മടി ചാമുണ്ടിയും ഒക്കെ എൻ്റെ ശേഖരത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന വിഭാഗം ഇന്ന തെയ്യം കെട്ടുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം മുത്തപ്പൻ തെയ്യം കെട്ടുന്നത് വണ്ണാൻ സമുദായക്കാരാണെന്നാണ് പൊതുവെ ഒരു വിശ്വാസം. പക്ഷേ എൻ്റെ ശേഖരത്തിൽ വണ്ണാൻ സമുദായക്കാരല്ലാത്ത അവർ കെട്ടുന്ന മുത്തപ്പൻ തെയ്യം എൻ്റെ ശേഖരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലത്ത് നമ്മുടെ കാലദേശത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ രൂപത്തിൽ, ഭാവത്തിൽ, എല്ലാറ്റിലും ഈ തെയ്യങ്ങളിൽ നമുക്ക് പൊതുവെ പ്രകടമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ വേറൊന്ന് പഞ്ചുരുളി എന്ന് പറഞ്ഞൊരു തെയ്യത്തിനെ കുറിച്ചിട്ട്, ഇപ്പോൾ കാന്താര എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് പഞ്ചുരുളി തെയ്യത്തിനെ നമ്മൾ വല്ലാതെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. സത്യത്തിൽ പഞ്ചുരുളി എന്ന തെയ്യം തന്നെ ഒരു 10ഓളം തരത്തിൽ 10 രൂപത്തിലും ഭാവത്തിലും കെട്ടിയാടുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് പഞ്ചുരുളി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് ഒരാർക്കും ഉത്തരം തരാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ രൂപമായിരിക്കാം പഞ്ചുരുളി, മറ്റുള്ളവരെ സംബന്ധിച്ച് അവരുടെ രൂപമായിരിക്കാം പഞ്ചുരുളി. അപ്പോൾ അങ്ങനെ പറഞ്ഞതുപോലെ ഓരോ തെയ്യത്തിനും ഓരോ പ്രാദേശികമായിട്ടുള്ള രൂപ ഭാവ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ശരി അല്ലെങ്കിൽ അതാണ് ശരി എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മരണ വീട്ടിൽ പോലും തെയ്യം കെട്ടിയാടാറുണ്ടെന്ന അവിശ്വസനീയ കാഴ്ചകൾ വരെ പുറം ലോകം അറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ക്യാമറ കണ്ണിലൂടെയാണ്. തൻ്റെ വടക്കൻ വാർത്തകൾ എന്ന പേജിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ഇദ്ദേഹം പങ്കുവെച്ച അപൂർവമായ തെയ്യം അറിവുകളുടെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ പലരും തുലാപ്പത്തിൻ്റെ വിഷയത്തിൽ ആധികാരികമായി തർക്കിക്കുന്നത് എന്നതാണ് വാസ്തവം.
വടക്കൻ വാർത്തകൾക്ക് വേണ്ടി ടി ബാബു, പഴയങ്ങാടി. അടുക്കളയിൽ രുചിപ്പെരുമ തീർക്കാൻ വന്നു കഴിഞ്ഞു മലബാർ ഹൈക്കോ തേങ്ങാപ്പാൽ ക്രീം. അഡിറ്റീവ്സ് ഒന്നുമില്ലാതെ നല്ല തേങ്ങയിൽ നിന്നും തയ്യാറാക്കുന്ന ശുദ്ധമായ തേങ്ങാപ്പാൽ ക്രീമുമായി മലബാർ കോക്കനട്ട് പ്രോഡക്ട്സ്, കരിവെള്ളൂരിന്റെ മണ്ണിൽ. മലബാർ ഹൈക്കോ തേങ്ങാപ്പാൽ ക്രീം ഇപ്പോൾ പാചകം എന്തെളുപ്പം, എത്ര രുചികരം.